യെസ്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി, കുറച്ചു പേരെ കുറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പുതുവത്സര ആശംസകൾ നൽകുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ പുതുവത്സര സന്ദേശത്തിന്റെ ഒരു ബാക്കി പത്രമാണ്. ബാക്കി പത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും ഗ്രൂപ്പിൽ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു വഴിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അത് എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കണം എന്നാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളുടെയും പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്. അതിലൊരു മാർഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മാത്രം. അതുകൂടാതെ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ലാതെ മറ്റെല്ലാ രീതികളിലും എങ്ങനെ ലൈഫ് ചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, അതുപോലെ ഇന്നത്തെ ക്ലാസ് ശരിക്കും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് തുടങ്ങാൻ പോകുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ക്ലാസ് അല്ല ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ക്ലാസ് അല്ല. അതിന്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസീവ് സക്സസ് അഥവാ വലിയൊരു വളർച്ച എല്ലാവരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ്. മാസീവ് സക്സസ് അഥവാ വലിയൊരു വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് ചെറുതായി പോകും എന്നാണ് സംശയം. ഈ വലിയ വളർച്ച എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിലേ മറ്റുള്ളവര് നമ്മളുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടാൽ മറ്റുള്ളവർക്ക് തോന്നണം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇവന് ഭ്രാന്താണ്. ഇങ്ങനെ തോന്നുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മറ്റുള്ളവർക്ക് കേട്ട് കഴിയുമ്പോഴേക്ക് ഇത് നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഇവന് ഭ്രാന്താണെന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഉള്ള സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ആർക്കെങ്കിലൊക്കെ ഉണ്ടോ? നടക്കുന്ന സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ധാരാളമാണ്. ഇന്നത്തെ നമ്മൾ തന്നെ ധാരാളമാണ്. പല മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടോ? യെസ്. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇവന് ഭ്രാന്താണ് ഇങ്ങനെ തോന്നണം. അതിന് ഉത്തമ ഉദാഹരണമാണ് ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാള്. ആരാ? അല്ലേ? പുള്ളിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മളെ പോലുള്ളവർക്ക് എന്താണ്, ഇപ്പൊ വിശ്വസിക്കാതെ വേറെ തരമില്ല എന്നായി തുടങ്ങി അല്ലേ, കുറച്ചു കാലം മുമ്പാണെങ്കിലും. അപ്പോ അങ്ങനെയുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മാത്രമുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ സെഷൻ. സാധാരണ ചിന്തകളും ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടി പോയാൽ മതി എന്നുള്ളവർക്ക് തട്ടലും മുട്ടലും ആവശ്യത്തിന് ജീവിതത്തിൽ കിട്ടും. ഇത് അങ്ങനെയല്ല. മാസീവ് സക്സസ് എന്നുള്ള വാക്ക് തന്നെ അത്തരം സക്സസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ് ആണ്. ഒരൊറ്റ കാര്യം മാത്രം, ഈ ക്ലാസ്സിൽ കിട്ടുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ അല്ലെങ്കിൽ ലൈഫിൽ നമ്മളത് നടപ്പിലാക്കിയാൽ ഒരു സംശയം വേണ്ട, എത്ര ഭ്രാന്തൻ സ്വപ്നങ്ങളാണെങ്കിലും മനുഷ്യ സാധ്യമാണെങ്കിൽ അത് നടപ്പാക്കാൻ നിങ്ങൾക്ക് പറ്റും. അതല്ല, ഇന്നത്തെ ക്ലാസ് ശ്രദ്ധയോടെ കേട്ട് എല്ലാം മനസ്സിലായി എല്ലാം തൃപ്തിയായി കഴിഞ്ഞാൽ മുന്നോട്ട് പോയാൽ ഒരു രക്ഷയില്ല. ഇപ്പൊ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ നിൽക്കും. ഇംപ്ലിമെന്റേഷൻ, അതായത് നമ്മുടെ എന്ത് കേൾക്കുന്നോ എന്ത് മനസ്സിലാക്കുന്നോ എന്ത് പഠിക്കുന്നോ അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് നേടിയെടുക്കാനുള്ള സാധ്യതയെങ്കിലും ഉണ്ടാകൂ. എത്രയോ ക്ലാസ്സുകൾ പലരും കേട്ടിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇംപ്ലിമെന്റേഷന്റെ അഭാവമാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നവിടെ തന്നെ നിൽക്കുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാണ്. 2025 നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 നമ്മൾ എന്താണ് ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളതാവട്ടെ, പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തുമാവട്ടെ, എന്താണ് ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്? 2-3 പേര് മാത്രം ഒന്ന് മൈക്കോണാക്കി പറഞ്ഞു. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ. ആർക്ക് വേണമെങ്കിലും ആദ്യം തുടങ്ങാം. ആരുമില്ല? യെസ് 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 പറഞ്ഞോളൂ. പറഞ്ഞോളൂ ഓരോരുത്തരും. പറഞ്ഞോ. ഈ ഡിസംബർ 2025 അവസാനിക്കുന്ന മന്ത്ലി സാലറി ഇൻകം ഒരു 3 lakhനുള്ളിൽ അത്രയും രീതിയിൽ ഏൺ ചെയ്യുന്ന സ്കില്ലല്ല, അത്രയും ഇൻകം ജനറേറ്റ് ചെയ്യണം. പിന്നെ കുറച്ചുകൂടെ ഇൻട്രാഡേയിൽ സ്കിൽഡ് ആവണം. എത്ര പെർസെന്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ രീതിയിൽ ഇൻട്രാഡേയിൽ സ്കിൽഡ് ആവണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേയിൽ വൈദഗ്ധ്യം നേടണമെന്നുകൂടെ. യെസ്. പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അത് പിന്നെ വേറൊന്നും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ആരംഭഘട്ടത്തിലെത്തി. അത് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആക്കണം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. ഓക്കെ അച്ഛൻ സാർ. അടുത്ത ആരാ? 2-3 പേരും കൂടെ പെട്ടെന്ന് ആവട്ടെ, സമയമില്ല.
ഓക്കെ, 1 ഇയറിനുള്ളിൽ എൻ്റെ ഇപ്പോഴത്തെ ക്യാപിറ്റലിനെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ ഒരു കോടി 1 crore എത്തിക്കണം. ഉം. പിന്നെ എനിക്ക് ഒരു 2 ബിസിനസ് ഐഡിയാസ് ഞാൻ കണ്ടെത്തി. ഉം. അതിനെ എനിക്ക് അതിന്റെ ബാക്കിയുള്ള പ്ലാനിങ്സ് എനിക്ക് ഈ വർഷം എൻ്റെ ആവുന്നതിന് മുമ്പേ ഉം. എനിക്ക് അത് സക്സസ്ഫുൾ ആക്കി എടുക്കണം. ആ. പിന്നെ എൻ്റെ ക്യാരക്ടർ, പിന്നെ ഞാൻ മെയിനായിട്ട് എൻ്റെ ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. യെസ്. ആരെങ്കിലും വേറെ 1-2 പേരെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. ആ. പറയാം. യെസ്. ഞാൻ എൻ്റെ ഒരു പ്ലാൻ സാറിന് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്. ഒരു അല്പം മുൻപായിരിക്കും സാറിന് അത് കിട്ടിയത്. എന്നിരുന്നാലും ഞാൻ പറയാം സാർ. ആ. എനിക്ക് ആനുവലി ഒരു 10 lakhs rupees ആണ് ഇപ്പൊ എന്റെ ഏണിങ്സ് ആയിട്ടുള്ളത്. ആ. ഈ വർഷം അതിനെ ഡബിൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 20 ലക്ഷം രൂപയാണ് 2025 എന്റെ പ്ലാൻ. യെസ്. അത് 2026 ആകുമ്പോൾ 40 ലക്ഷം, ഇങ്ങനെ ഡബിൾ ചെയ്ത് 2035 ആകുമ്പോൾ 240 കോടി രൂപയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും? ഒരു കാര്യം കൂടെ Yes, sir. Yes, sir. കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഇന്ററാക്ഷൻ മുഖേന കുറച്ചുകൂടെ ഒരു ആ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളും ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. സാറിനെ പോലെ നല്ലൊരു ട്രെയിനർ ആവണമെന്നല്ല. വെരി ഗുഡ്. എന്നെ പോലെ ആവണ്ടേ? എനിക്ക് പകരം ഞാനുണ്ട്. എന്നെക്കാൾ വലിയ മികച്ചൊരു ട്രെയിനറായി മാറണം. എന്നെ പോലെ ഒന്നും ആരും കോപ്പി അടിക്കാൻ നോക്കണ്ട. പറഞ്ഞോ. യെസ്. സാറിന്റെ പണി പോയി എന്ന് തോന്നുന്നു. എന്തോ? സാറിന്റെ പണി പോയി എന്ന് ആ, അതുകൊണ്ടാ പറഞ്ഞത് എന്റെ പണി കളയാൻ വെക്കണ്ട, എന്നെക്കാൾ വലിയ ട്രെയിനർ ആവുന്നവരായാൽ മതി. യെസ്, പറഞ്ഞു സാറേ, ബാക്കിയോടെ പറഞ്ഞോ. അത് മാത്രമേ ഉള്ളോ? മന്ത്ലി 40% കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കണം. വീക്കിലി 10%. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ലൈഫിൽ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ലൈഫിലെ അത് മാത്രമേ ഉള്ളൂ. യെസ് സർ, കൺസിസ്റ്റന്റ് ആയിട്ട് മന്ത്ലി 40% പ്രോഫിറ്റ് എടുക്കണമെന്നുള്ളതാണ്. യെസ്. ഓക്കെ, അതാണ് ടാർഗറ്റ്. 10 ഇയേഴ്സിന്റെ ഇപ്പോ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ വർഷം സെറ്റ് ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അൾട്ടിമേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അത് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ. കൺസിസ്റ്റൻസി കുറവാണ് ഇപ്പൊ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. അതാണ്. ഓക്കെ, ഗ്രേറ്റ്, സന്തോഷം. അപ്പോ എല്ലാവർക്കും ഇതുപോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ടാർഗറ്റും ലക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. 2025 അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടൈം വിഷൻ എന്നുള്ള രീതിയിൽ 2025 അതിനുശേഷം ലോങ് ടൈം വിഷൻ എന്നുള്ള രീതിയിലേക്ക്, ഒരു മിഡ് ടൈം വിഷൻ എന്നുള്ള രീതിക്ക് 2030 ലോങ് ടൈം വിഷൻ എന്നുള്ള രീതിയിലേക്ക് 2035 നമ്മൾ ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണ്. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ എൻ്റെ ചോദ്യം അതൊന്നുമല്ല. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്ന് 6-ാം തീയതി വൈകുന്നേരം 7:30 മണി, ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഗോളിന് വേണ്ടി, ഈ ടാർഗറ്റിന് വേണ്ടി, ഈ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഹാപ്പി ആണോ നോക്കുക. ആരോടും പറയണ്ട, ഉത്തരമൊന്നും ആരോടും പറയണ്ട. ഈ ടാർഗറ്റ് 2025 30 35 വെച്ചിരിക്കുന്ന ഗോളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ 6 ദിവസങ്ങൾക്കുള്ളിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് സ്വയം ചോദിക്കുക. ആക്ഷൻ എടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്ലാൻ ഉണ്ടോ, പദ്ധതി ഉണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ എന്നൊന്നല്ല. ഇതുണ്ടെങ്കിൽ അതിനായിട്ട് എന്ത് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ആ സ്വപ്നങ്ങളുമായിട്ട് ആഗ്രഹങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമുള്ളൂ. ഇല്ല എങ്കിൽ എന്നത്തെയും പോലെ അതൊരു സ്വപ്നമായിട്ട് ആഗ്രഹമായിട്ട് അങ്ങനെ തന്നെ നിലനിർത്തും. നമ്മൾ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റുമ്പോൾ മാത്രമാണ് അതിന് വില ഉണ്ടാകുന്നത്. അല്ലാത്തടത്തോളം കാലം അത് എല്ലാ കാലത്തും സ്വപ്നവും ആഗ്രഹവുമായിട്ട് നിലനിൽക്കും. അപ്പോൾ മാസീവ് സക്സസ് ആകാനായിട്ട് നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. നമുക്ക് നന്നായിട്ട് അറിയാം ഈ ലൈഫ് ചേഞ്ചിങ്ങിന് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്താണ് കാര്യങ്ങൾ, ഈ ടാർഗറ്റിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആർക്കെങ്കിലും മാസീവ് സക്സസ് ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതല്ലാതെ ചെറിയൊരു സക്സസോ അല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതിയെന്നോ, അതല്ലെങ്കിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. അത് ആസ് യൂഷ്വൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് പോലെ തന്നെ മുന്നോട്ട് പോകും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്നലെ വരെ നേട്ടങ്ങളല്ല, വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്
ഇന്നലെ വരെയുള്ള ലൈഫ് മതിയാവില്ല എന്ന് നമ്മൾ പല ആവർത്തി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാണൽ മാത്രമല്ല, അതിനായിട്ട് കഴിഞ്ഞ 6 ദിവസങ്ങൾക്കുള്ളിൽ ഒരു എക്സ്ക്യൂസുകൾക്കും സ്ഥാനമില്ല. കഴിഞ്ഞ 6 ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. എന്തെങ്കിലും ആക്ഷൻ എടുത്തിരുന്നോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി നിങ്ങൾക്കുണ്ടാവൂ. ഇതിനിപ്പോൾ ഇടയ്ക്ക് പലരും പറയുമായിരിക്കും, ഈ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റില്ല, നാളെ മുതൽ ഞാൻ തകർത്തോളാം. ആ തകർക്കൽ സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തവർക്ക് ഇനിയുള്ള ദിവസങ്ങൾക്കുള്ളിൽ ഇതുപോലെ എന്തെങ്കിലും എക്സ്ക്യൂസുകളും കാരണങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, ഒരു സംശയമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ തോമസ് സാറിന്റെ സെഷനിൽ പറഞ്ഞ് നമുക്ക് നന്നായിട്ട് അറിയാം, 10 വർഷത്തേക്ക് ലോങ് ടൈം വിഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലുമായി തീരാൻ സാധിക്കൂ എന്നുള്ളത് സത്യമാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോങ് ടൈം വിഷൻ എന്നുള്ള രീതിയിൽ 2035 കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. ആർക്കൊക്കെ ഉണ്ട് 2035 വിഷൻ? ഇപ്പോഴേ ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആർക്കൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനുള്ള വഴികൾ മുമ്പിലേക്ക് വരൂ. ഇല്ല എങ്കിൽ 2025 ഇങ്ങനെ പോട്ടെ എന്നുള്ള മട്ടാണെങ്കിൽ, ഇങ്ങനെ പോയാൽ മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളുടെ, സ്വപ്നങ്ങളുടെ, ആഗ്രഹങ്ങൾക്കൊന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ്സിൽ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ ഈ കഴിഞ്ഞ 5 അല്ലെങ്കിൽ 6 ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ലൈഫിന് വേണ്ട മാറ്റങ്ങൾക്കായിട്ട് നിങ്ങൾ സ്വയം ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത്, ആക്ഷൻ എടുത്തിരിക്കുന്നത്, അതനുസരിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടുന്ന കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ആക്ഷൻ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ എത്തേണ്ടടുത്തെത്തൂ. അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ഇപ്പം എങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതം സുഖകരമായിട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള എന്ത് കാര്യങ്ങൾ കിട്ടിയാലും അപ്ലൈ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ, മനസ്സുള്ളവർക്ക് മാത്രമേ ലൈഫിൽ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് റെഡിയാണെങ്കിൽ, ലൈഫിൽ അപ്ലൈ ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, അതായത് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആരാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങൾ ഇത്രത്തോളം വളരണം, ഗ്രോ ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്? ആരാണ്? ആരെങ്കിലും 2-3 പേരൊന്ന് ആൻസർ ചെയ്തേ. നമ്മൾ തന്നെ. നമ്മുടെ സാഹചര്യങ്ങളാണോ, അവസ്ഥയാണോ, നമ്മുടെ കുടുംബമാണോ, സമൂഹമാണോ, എന്താണ്? തീരുമാനം, നമ്മുടെ തീരുമാനം. റൈറ്റ്. ഡിസിഷൻ. തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്, നിങ്ങളുടെ വളർച്ച നിശ്ചയിക്കുന്നത്. അതായത് ഇന്ന് നിങ്ങൾ ആരാണോ, എന്താണോ, എവിടെ എത്തി നിൽക്കുന്നോ, ഇതെല്ലാം നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ തീരുമാനങ്ങളുടെ ഫലമാണ് ഇന്നത്തെ നിങ്ങൾ. ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ, ഇന്നിപ്പോൾ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു, അതിൻ്റെ അർത്ഥം ഈ ബിസിനസ് ചെയ്യാൻ എടുത്ത തീരുമാനം, ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ എടുത്ത തീരുമാനം, ഈ ബിസിനസ്സിൽ മുന്നോട്ട് കയറാൻ വേണ്ടി ഞാൻ എടുത്ത തീരുമാനങ്ങൾ, അതാണ് എൻ്റെ ഇന്നത്തെ ലൈഫിൻ്റെ എല്ലാ അവസ്ഥയ്ക്കും സാഹചര്യങ്ങൾക്കും കാരണക്കാരൻ. ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഇന്ന് ആ ജോലിയിൽ കയറാൻ ഞാൻ എടുത്ത തീരുമാനം, ആ ജോലിയിൽ ഇന്ന രീതിയിൽ മുന്നോട്ട് വരണമെന്ന് ഞാൻ എടുത്ത തീരുമാനം, ഇങ്ങനെ എല്ലാം നമ്മളുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകൾക്കും കാരണം മുൻകാലങ്ങളിൽ നമ്മളെടുത്ത ഡിസിഷൻസ് അഥവാ തീരുമാനങ്ങളാണ് നമ്മളുടെ എല്ലാ ജീവിത അവസ്ഥകൾക്കും കാരണം. അപ്പോൾ ഫ്യൂച്ചർ, ഭാവി എന്താണ്, എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതും ഈ ഒരൊറ്റ ഘടകം, ഒന്നല്ല 2 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് തീരുമാനങ്ങളാണ്. തീരുമാനങ്ങൾ എടുത്താൽ മാത്രം പോരാ, അത് നടപ്പിൽ വരുത്താനുള്ള ആക്ഷൻസും വേണം. അപ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി, വൈദഗ്ധ്യം, കഴിവാണ് നിങ്ങളുടെ ഭാവി എങ്ങോട്ട് എത്തിച്ചേരണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ലൈഫിൽ എന്തെങ്കിലും നേടിത്തരണം എന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവരാരെയും സപ്പോർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ആശ്രയിച്ചിട്ടോ കാര്യമില്ല. കുടുംബത്തിൻ്റെ, അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ, അതല്ലെങ്കിൽ നമ്മളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഒന്നും കാരണമല്ല നമ്മളുടെ ഭാവി. ഇനി അങ്ങോട്ട് എവിടെ എത്തിച്ചേരണം, എങ്ങനെ പോകണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് നമുക്കറിയില്ല. എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് നടപ്പിൽ നമ്മുടെ ലക്ഷ്യത്തിന് സഹായിക്കുന്നതാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2035 ഇത്ര രൂപ എനിക്ക് സമ്പത്ത് നേടണം എന്നാണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ, ഞാൻ ഇന്നെടുക്കുന്ന ഒരു തീരുമാനം അതിന് എന്തെങ്കിലും രീതിയിൽ സഹായിക്കുന്നതാണോ ആണെങ്കിൽ ആ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോവുക. അത് നടപ്പിലാക്കാൻ പറ്റുമോ, അത് സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഡിസിഷൻ എടുക്കുക, അത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ബാക്കിയെല്ലാം ആ ഡിസിഷൻ എടുത്ത ഡിസിഷന്റെ ബേസിലിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫ്യൂച്ചറിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, നിങ്ങളുടെ ഭാവിക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ, മറ്റാരെയും ആശ്രയിക്കരുത്. തീരുമാനങ്ങൾ എടുക്കാൻ സാധാരണഗതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ 4 പേരെയാണ് നിങ്ങൾ ആശ്രയത്തിന് വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ സഹായത്തിന് വിളിക്കാറുള്ളത്. 4 പേരാണ്. ആ 4 പേരെയാണ് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് നിങ്ങൾ സഹായത്തിന് വിളിച്ചിട്ടുള്ളത്. ആരൊക്കെ 4 പേരെന്നറിയാവോ?
നിങ്ങളുടെ ലൈഫിലെ എല്ലാ തീരുമാനങ്ങൾക്കും നിങ്ങൾ ആശ്രയിച്ചിട്ടുള്ളത് 4 പേരെയാണ്. ആരെയാണെന്ന് അറിയാവോ? പഠിച്ചിട്ടുള്ളതാണ് നമ്മളെല്ലാവരും. ജീനോമാറ്റിക് അഥവാ പാരമ്പര്യമായിട്ട് നമ്മളിൽ ഉരുത്തിരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ മനസ്സ്, മൈൻഡ് സെറ്റ്, പാരമ്പര്യത്തിനെ അഥവാ നമ്മളുടെ ജീനോമാറ്റിക്കിനെ നമ്മൾ കൂട്ടുപിടിക്കുന്ന നമ്മളുടെ തീരുമാനങ്ങൾ അഥവാ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് നമ്മൾ പാസ്റ്റ് കണ്ടീഷൻ, മുൻകാല അനുഭവങ്ങൾ. അതായത് ഞാൻ മുമ്പ് ഇന്ന ബിസിനസ് ചെയ്തപ്പോൾ, ഇന്ന ജോലി ചെയ്തപ്പോൾ, ഇന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ, ഇന്ന കാര്യത്തിന് പോയപ്പോൾ അതിന്റെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ പാസ്റ്റ് കണ്ടീഷൻ, മുൻകാല അനുഭവങ്ങളെ നമ്മൾ കൂട്ടുപിടിക്കുന്നു ഇപ്പോഴത്തെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അതുപോലെ മൂന്നാമതൊന്ന് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ. അതായത് നമ്മൾ നിരന്തരം ചെയ്യുന്ന പ്രവൃത്തി നമ്മളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് പഠിച്ച കാലം മുതൽ നമ്മൾ ഏത് നാട്ടിൽ എങ്ങനെ വണ്ടി ഓടിക്കുന്നു എന്നനുസരിച്ചായിരിക്കും നമ്മളുടെ ഡ്രൈവിംഗ് ക്യാരക്ടറും അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് ശീലങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു കുഗ്രാമത്തിലോ അതല്ലെങ്കിൽ ഒരു ടൗണിലോ വണ്ടി ഓടിച്ച് പരിചയിച്ച ഒരാളുടെ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ അതിന്റെ ശീലങ്ങളോ ആയിരിക്കില്ല GCC കൺട്രീസിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ അമേരിക്കൻ നാടുകളിലൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരാളുടെ സ്വഭാവത്തിലും ശീലങ്ങളിലും ഉണ്ടാവുക. അപ്പോൾ ഇത് പാസ്റ്റ് കണ്ടീഷൻ ഓട്ടോമാറ്റിക് ഹാബിറ്റേഷൻ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് അനുവർത്തിച്ച് വന്ന ഒരു രീതി അനുസരിച്ച് നമ്മളുടെ ഒരു ക്യാരക്ടർ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ ബ്രെയിൻ ഹാക്കിംഗ്, മറ്റുള്ളവരുടെ സ്വാധീനം, അത് വാക്കുകളായിട്ടായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളായിട്ടായിരിക്കാം, അങ്ങനെ എന്തുമായിട്ടായിരിക്കാം. നമ്മുടെ ബ്രെയിൻ ഹാക്കിങ്ങിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബ്രെയിൻ ഹാക്കിംഗ്, ഈ 4 പേരാണ് നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. ഒന്നാമത്തത് ജീനോമാറ്റിക്, നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മളുടെ കോൺഫിഡൻസ് ആകാം, ഭയമാകാം, അതല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ആകാം, നമ്മളുടെ എന്തിനെ നേരിടാനുള്ള കരുത്താവാം, അതല്ലെങ്കിൽ എന്ത് കണ്ടാലും ആശങ്കയോടുകൂടി, ഭയത്തോടുകൂടി അല്ലെങ്കിൽ സംശയത്തോടുകൂടി നമ്മൾ വീക്ഷിക്കുന്ന നമ്മളുടെ രീതികളാകാം. അപ്പോൾ ജീനോമാറ്റിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഉള്ളത് പാസ്റ്റ് കണ്ടീഷൻ, മുൻകാല അനുഭവങ്ങൾ ബേസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹാബിറ്റേഷൻ, നമ്മൾ സ്ഥിരമായിട്ട് മുൻകാലങ്ങളിൽ നമ്മൾ നിരന്തരമായിട്ട് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രെയിൻ ഹാക്കിംഗ്, മറ്റുള്ളവരുടെ ആ ബ്രെയിൻ ഹാക്കിംഗ്. നമ്മൾ ബ്രെയിൻ ഹാക്കിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇരിക്കുന്നത്. ഒരു സംശയവും ഇല്ല. ആർക്കെങ്കിലും അക്കാര്യത്തിൽ സംശയമുണ്ടോ? നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത എല്ലാ തീരുമാനവും, ഇപ്പോൾ ഒരു ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു, നമുക്കറിയാം ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ സക്സസ് ഒന്നും നേടാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ എന്തുകൊണ്ട് വീണ്ടും അവിടെ തുടർന്നു പോകുന്നു? ഒരൊറ്റ കാര്യം, നമ്മളുടെ ഈ 4 കാര്യങ്ങൾ ഏതെങ്കിലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ജോലി എന്ന സെക്യൂരിറ്റി ഫീലിംഗ്, ഇത് ഈ വരുമാനം ഇല്ലാതെ കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ഭയം, അതുപോലെ തന്നെ പുതിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ സക്സസ് ആവുമോ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തടസ്സം നിൽക്കുന്നു. അതായത് ഈ 4 കാര്യങ്ങൾ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സാരമായിട്ട് സ്വാധീനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയണം നിങ്ങളുടെ തീരുമാനം, അതായത് ഈ നിമിഷം മുതൽ നിങ്ങൾ മുന്നോട്ടെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ഈ 4 കാര്യങ്ങളും നിങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കരുത് എന്ന് ഉറപ്പിച്ചോണം. മറ്റെന്തെങ്കിലും മുൻകാല അനുഭവങ്ങളോ നമ്മളുടെ കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീനോമാറ്റിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു ശീലങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് ഇത്രയും കാലം കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്ന പാസ്റ്റ് കണ്ടീഷനിങ്ങിന്റെ അല്ലെങ്കിൽ ബ്രെയിൻ ഹാക്കിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളുടെ തീരുമാനങ്ങളിലൊന്നും സ്വാധീനം ചെലുത്തില്ല എന്ന് ഉറപ്പ് വരുത്തണം ഈ നിമിഷം മുതൽ. കഴിഞ്ഞ ദിവസം വരെ അല്ല, ഈ നിമിഷം മുതൽ. ഇപ്പോൾ അച്ചു സാർ പറഞ്ഞ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പോലും ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഈ 4 കാര്യങ്ങളുടെ സ്വാധീന വലയത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ചിന്തിച്ചു നോക്കുക. ഇത് 4ഉം നിങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനത്തെ, ഈ ബിസിനസ് ചെയ്യാനെടുക്കാനുള്ള തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലേ? ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, വലിയൊരു ഡിസിഷൻ മേക്കിംഗ് ഒന്നല്ല എങ്കിലും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. SMTയുടെ ലൈഫ്, SMT കമ്പനിയുടെ സക്സസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം കേരളത്തിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും മാസ്റ്റേഴ്സ് ക്ലബ്ബ് പോലെ വലിയ ഫീസ് മുടക്കിക്കൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ഇപ്പം 175ഓളം പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയാണത്. അതുപോലെ റെഗുലർ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലില്ല. ഈ സുഖകരമായ അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം SMT അക്കാദമി ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അത് ആ ഡിസിഷൻ ഒരിക്കലും പാസ്റ്റ് കണ്ടീഷന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ മറ്റ് 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടോ അല്ലായിരുന്നു.
ഞങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കായിരുന്നു നോട്ടം. ഞങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊരു കമ്മ്യൂണിറ്റിയെ മാത്രം ഒതുക്കിയാൽ പോരാ, ലൈഫ് സക്സസ് ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും എത്തിയേ മതിയാകും. അത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും. ഇനി വലിയ ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും ശരി, വലിയ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ശരി, സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ശരി, ഏത് ഒരു പ്രൊഫഷണൽ ആണെങ്കിലും ശരി, ഏതൊരാൾക്കാണെങ്കിലും അവരുടെ ലൈഫിൽ അവരെത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള കൃത്യമായ ഗൈഡൻസ്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണോ സക്സസ് ആകാനുള്ള ഗൈഡൻസ് തന്നത്, അതുപോലെ തന്നെ ലൈഫിൽ എല്ലാ ഏരിയയിലും സക്സസ് ആകാനുള്ള ഒരു ഗൈഡൻസ് തരാനുള്ള ഒരു മാർഗം. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഒടുക്കരുത് എന്നുള്ള ഒരു തീരുമാനം. കാരണം ഞങ്ങൾ സുഖകരമായ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. SMT അക്കാദമിയുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സുഖകരമായിരുന്നു. നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നു, നല്ല രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഈ ബ്രേക്ക് ചെയ്തിരിക്കാൻ കാരണം മാസീവ് സക്സസിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആ സ്റ്റെപ്പിലൂടെയുള്ള യാത്ര എങ്ങനെയായിരിക്കും ഞങ്ങൾക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. പക്ഷേ ശ്രമം അത് മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ളൊരു വിഷനുണ്ട്. 2025 എന്തെത്തിച്ചേരണം, എവിടെ എത്തിച്ചേരണം, 2030 എവിടെ എത്തിച്ചേരണം, എങ്ങനെ എത്തിച്ചേരണം, 2035 എന്തായിരിക്കണം എന്ന് ഇന്നേ ക്ലിയർ പിക്ചറാണ്. 2030 ബിസിനസ് എന്തൊക്കെയായിരിക്കണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്ന് ഇന്നേ ക്ലിയർ പിക്ചറാണ്. അതായത് ക്ലിയർ പിക്ചർ എന്ന് പറഞ്ഞാൽ വെറും ഒരു പിക്ചർ അല്ല, എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രൂപരേഖയാണ്. എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ 2025 2030 2035 ഓരോ കാലഘട്ടത്തിലേക്കും ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം വിഷൻ എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം ടാർഗറ്റ്, അങ്ങോട്ട് എത്താനുള്ള വഴികൾ എന്താണ്, ഇത് കൃത്യമായി എഴുതി ഉണ്ടാക്കിയിരിക്കണം. കാരണം ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ സ്വയം ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയില്ല. ഈ അനിശ്ചിതത്തിനിടയിലും കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിലുണ്ടോ, അതിലേക്കുള്ള വഴികൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒരു വഴി അടഞ്ഞാലും മറ്റൊരു വഴി നിങ്ങൾ തുറന്നു തരിക തന്നെ ചെയ്യും. നേരത്തെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണ് അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങൾ രൂപപ്പെടുന്നത്. അല്ലാത്തടത്തോളം കാലം അതെല്ലാം തൽക്കാലം ഒരു ബ്രേക്കിനുള്ള, അതല്ലെങ്കിൽ ചെറിയ ഒരു സ്പീഡ് കുറയ്ക്കാനുള്ള സാഹചര്യം മാത്രമാവുന്നുള്ളൂ. ബാക്കി എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, തടസ്സങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത്, നിങ്ങളുടെ മനസ്സ് പോകുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. ലക്ഷ്യം അത് അത്ര എളുപ്പമല്ലാത്തൊരു ലക്ഷ്യം, അതല്ലെങ്കിൽ അത് സാധിക്കുമോ എന്നുള്ള ഭയം, ഇതെല്ലാം കൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും ശ്രദ്ധ മാറി തടസ്സങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നതെന്ന് കണ്ടു. ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി, അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒന്നേ നോക്കേണ്ടതുള്ളൂ, എൻ്റെ ഷോർട്ട് ടൈം ടാർഗറ്റിന്, മിഡ് ടൈം ടാർഗറ്റിന്, ലോങ് ടൈം ടാർഗറ്റിന് ഈ ഡിസിഷൻസ് സഹായിക്കുമോ എന്ന് മാത്രം നോക്കുക. സഹായിക്കുമെങ്കിൽ വരും വരായികൾ നോക്കരുത്, നോക്കാൻ നമുക്കത് അറിയില്ല, അതല്ലെങ്കിൽ അത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഫ്യൂച്ചറിന് സഹായിക്കുന്ന ഒരു ഡിസിഷൻ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, ഇംപ്ലിമെന്റ് ചെയ്തേക്കുക. അത് തന്നെയുള്ളൂ മാർഗം. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിങ്ങിന് ആദ്യം വേണ്ടത് എവിടെ എത്തിച്ചേരണം, 2025 എവിടെ എത്തിച്ചേരണം, 30 എവിടെ എത്തിച്ചേരണം, 35 എവിടെ എത്തിച്ചേരണം എന്നുള്ള ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കണം. കാരണം രാവിലെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് സങ്കല്പിക്കുക. എനിക്ക് എവിടെ എത്തിച്ചേരണം എന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ എത്തേണ്ടടുത്ത് എത്തില്ല, എവിടെയെങ്കിലേക്ക് എത്തിച്ചേരുള്ളൂ. പക്ഷെ എനിക്കറിയാം ഇന്ന സ്ഥലത്തേക്കാണ് ഞാൻ രാവിലെ പോകേണ്ടത്, ഇത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തണം എന്നുള്ള ക്ലിയർ ആയിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ 6-ാം തീയതി രാത്രി ഇപ്പോൾ 7 മണിയാകുന്നു. അതല്ല, എനിക്ക് നാളെ രാവിലെ 9 മണിക്ക് മുമ്പ് എനിക്ക് കണ്ണൂർ എത്തണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം, ആഗ്രഹമല്ല ആവശ്യമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ആ ആവശ്യം, ഇത് ഞാൻ ഗോളിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഈ രാവിലെ 9 മണിക്ക് കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ എത്തണം എന്നുള്ള ആവശ്യം എന്തുമാത്രം അർജൻസി ഉള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. എനിക്ക് എത്തിയേ തീരൂ, എത്തിയില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് എങ്കിൽ അവിടെ എത്താൻ ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ ശ്രമിക്കും. അതും 9 മണിക്ക് മുമ്പേ എത്താൻ ഞാൻ ശ്രദ്ധിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. അതിനനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ അങ്ങോട്ടുള്ള യാത്ര പ്ലാൻ ചെയ്യുന്നത്. എപ്പോൾ ഇറങ്ങണം, വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം, ഏത് രീതിയിൽ സഞ്ചരിക്കണം, അത് കാറിന് പോകണോ, ബസ്സിന് പോകണോ, ട്രെയിനിന് പോകണോ, ഏത് രീതിയിൽ സഞ്ചരിക്കണം, അത് എത്ര മണിക്ക് അവിടെ എത്തണം, അതെല്ലാം വ്യക്തമായിട്ടുള്ള പിക്ചർ ഉണ്ടെങ്കിൽ എൻ്റെ യാത്ര വളരെ സുഗമമായിരിക്കും. അതിനിടയ്ക്കുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾറെഡി ഞാൻ പ്രിപ്പയർഡ് ആണ്. കാരണം ഒരു പക്ഷേ ഞാൻ കാറിനാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കാറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റോഡിന് തടസ്സം വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഒരല്പം നേരത്തെ ഞാൻ ഇറങ്ങും. ട്രെയിനിനാണ് ഇറങ്ങാൻ സാധ്യതയെങ്കിൽ സെയിം ട്രെയിൻ സമയത്തിന് എത്തിയില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രബിൾ
ഫേസ് ചെയ്യേണ്ടി വന്നാലോ, ബസ് യാത്രയും എല്ലാം എൻ്റെ മനസ്സിലുണ്ടാവും. ഈ യാത്ര ഈ സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു അർജൻസി എൻ്റെ മൈൻഡിലുണ്ടോ, അതനുസരിച്ച് എൻ്റെ യാത്ര ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഗോളുകൾ. ലോങ് ടൈം ഗോളുകളാവട്ടെ, മിഡ് ടൈം ഗോളുകളാവട്ടെ, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഗോളുകളാവട്ടെ, ഏത് ഗോളുകളാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം അത്യാവശ്യമുള്ളതാണ്, ആവശ്യമുള്ളതാണ് എന്നനുസരിച്ചിരിക്കും. നമുക്കറിയാം, APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങൾ എന്നുള്ളത് നിങ്ങളെ ഉറങ്ങുമ്പോൾ കാണുന്നതാകരുത്, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതായിരിക്കണം സ്വപ്നങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടോ? ഒരു സംശയം വേണ്ട, ആ ലക്ഷ്യങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് കിടന്നുറങ്ങിക്കൊള്ളുക. എന്നാൽ നിങ്ങളുടെ ഉറക്കം കളയുന്ന ഒന്നാണ് നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ ഗോളെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാവുക. ആ പരിശ്രമിക്കാൻ തയ്യാറാവേണ്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ എവിടെ എത്തിച്ചേരണം എന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിലായിട്ട് ഞാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഞാൻ എങ്ങനെ അങ്ങോട്ട് എത്തിച്ചേരണം എന്നാണ് ആദ്യം നോക്കേണ്ടത്. എക്സാമ്പിൾ, ഞാൻ എങ്ങനെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിന് കൃത്യമായിട്ട് എനിക്കൊരു ബോധ്യമുണ്ടാകണം. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എനിക്ക് എങ്ങോട്ടാണ് എത്തിച്ചേരേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു, അത് 7 മണിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എത്തിച്ചേരേണ്ടത് കോഴിക്കോട്ടിലേക്കാണ്. രാവിലെ 9 മണിക്കുള്ളിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ 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 ഈസിയാണ്. എന്നാൽ എനിക്ക് കോഴിക്കോട് എത്തണം, എപ്പോൾ എത്തണം, അത്യാവശ്യമൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ പോയാൽ മതി, 2-3 ദിവസത്തിനുള്ളിൽ പോയാൽ മതി എങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചായിരിക്കും എൻ്റെ അങ്ങോട്ടുള്ള യാത്ര. കോഴിക്കോട് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല, പോയാൽ നല്ലത് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു സമയത്തെ അത് തീരുമാനിക്കൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാത്രം നിങ്ങൾ ഉറക്കം കെടുത്തുന്നതാണ്, നിങ്ങൾക്ക് എന്തുമാത്രം ആവശ്യമുള്ളതാണ്, അതനുസരിച്ചിരിക്കും നിങ്ങളത് നേടുമോ ഇല്ലയോ എന്നുള്ളത്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. നിങ്ങൾ ഇന്നേ വരെ നേടിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അത്രയ്ക്ക് അർജൻസി ഉള്ളതൊന്നായിരുന്നത് കൊണ്ട് മാത്രമാണ് നേടിയിരിക്കുന്നത്. അർജൻസി ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ പിന്നേക്ക് വെച്ചിട്ടേ ഉള്ളൂ, നമ്മളത് നീട്ടി വെച്ചിട്ടേ ഉള്ളൂ. അർജൻസി ഉള്ളത് എന്ത് വില കൊടുത്തും നമ്മൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ 2025-ലെയും 2030-ലെയും 2035-ലെയും ഒക്കെ ഗോളുകൾ. അപ്പോൾ ഈ ഗോളുകളിലേക്ക് എത്തിച്ചേരാൻ ആദ്യം സ്വയം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വയം പരിശോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എവിടെ എത്തിച്ചേരണം, ഇപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എവിടേക്കാണ് എത്തിച്ചേരേണ്ടത്, അതിനുള്ള ശേഷി, കഴിവ്, അതിനുള്ള മൈൻഡ് സെറ്റ് എനിക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ല എങ്കിൽ എന്താണ് എനിക്കില്ലാത്തത്, അത് ആർജിച്ചേ മതിയാകൂ. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും മൈൻഡ് സെറ്റുമാണ്. മൈൻഡ് സെറ്റ്, നമ്മൾ എന്താണെന്നും എവിടെ എത്തിച്ചേരണമെന്നും നമ്മൾ എങ്ങനെ എത്തിച്ചേരണമെന്നും എന്താണെന്നുള്ളത് എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, മാസീവ് സക്സസ്, വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ആളുകളെയും സാധാരണക്കാരെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. വലിയ വിജയങ്ങൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അംബാനി, അദാനി, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ യൂസുഫ് അലി സാറ്, കല്യാൺ ജ്വല്ലേഴ്സ്, അതുപോലെ തന്നെ കൊച്ചോസെ ചിറ്റലപ്പള്ളി സാർ, ഇങ്ങനെ ഒരുപാട് മാസീവ് സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇതിൽ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരായി ജീവിതം തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ഭൂരിഭാഗം മാസീവ് സക്സസ് ആയിട്ടുള്ള ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരായി ജീവിതം തുടങ്ങിയിട്ടുള്ളവരാണ്. അവരാണ് ഈ വലിയ സ്വപ്നങ്ങളിലേക്ക്, നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നടക്കാത്ത അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് വിചാരിക്കുന്ന സ്വപ്നങ്ങളിലേക്കൊക്കെ നേടിയെടുത്തവരാണ് ഈ പറഞ്ഞ എല്ലാവരും തന്നെ. അപ്പോ അവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കുക. പ്രധാന വ്യത്യാസം, ഈ മാസീവ് സക്സസ് ആയിട്ടുള്ള ആളുകളും നമ്മളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കുക. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒന്നാമത്, ഈ മാസീവ് സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും മികച്ച ക്വാളിറ്റി ഒന്നായിരുന്നു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും. അവരാരും തോൽവി അനുഭവിച്ചിട്ടില്ലാത്തവരല്ല, ഇഷ്ടം പോലെ തവണ പരാജയപ്പെട്ടുള്ളവരാണ്. പക്ഷേ അതിനെ ഭയന്നിട്ടില്ല, പരാജയത്തെ ഭയന്നിട്ടില്ല. പരാജയപ്പെടുമെന്നോർത്തിട്ട് ഒരിക്കലും അവർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുടെ സ്വപ്നത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടും ഇല്ല. അപ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവുമാണ് അവരെ നമ്മളിൽ നിന്നും അഥവാ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. രണ്ടാമത്തൊന്ന്, മൈൻഡ് സെറ്റ്. ഇതെനിക്ക് കൂടിയേ തീരൂ എന്നുള്ള മൈൻഡ് സെറ്റ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് സാധാരണക്കാരും മാസീവ് സക്സസ് ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്കും ഒരു മാസീവ് സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഈ രണ്ട് ക്വാളിറ്റി ആർജിക്കുക. മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മൈൻഡ് സെറ്റ്. SMTയുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം എന്താണ് മൈൻഡ് സെറ്റ്. ആരെങ്കിലും ഒന്ന് പറയാമോ? SMTയുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ഒരാൾ എന്താണ് മൈൻഡ് സെറ്റ് എന്ന് പറയാമോ? ചിന്ത. അപ്പോൾ
ചിന്തയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ചിന്ത. അപ്പോ മൈൻഡ് സെറ്റ് റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് റെഡിയാക്കേണ്ടത്? നമ്മളുടെ ചിന്തയാണ് റെഡിയാക്കേണ്ടത്. ചിന്തകൾ, അതായത് എന്താണോ നേടിയെടുക്കേണ്ടത്, എവിടെ എത്തണം, ഇതിന് അനുകൂലമായിട്ടുള്ള ചിന്തകളെ നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിന് തടസ്സം നിൽക്കാൻ നാട്ടുകാരുടെ ചിന്ത, വീട്ടുകാരുടെ ചിന്ത, മറ്റുള്ളവരുടെ ചിന്തയൊക്കെ ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കാൻ അത് നടക്കുമോ, അത് നടക്കില്ല, നീ വെറുതെ എൻ്റെ പുറകെ നടന്ന് നിന്റെ സമയവും പണവും അധ്വാനവും ചെലവഴിക്കേണ്ട എന്നൊക്കെ പറയാൻ നാട്ടുകാരുടെ ചിന്ത ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്ക് ബ്രെയിൻ ഹാക്കിംഗ് ആയി മാറാതിരിക്കാൻ, അതിനെ ഓവർകം ചെയ്യാൻ, നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അത് നേടിയെടുത്താലുള്ള നമ്മുടെ ലൈഫ് എന്താകുമെന്നുള്ള ഈ ടാർഗറ്റിന് അനുകൂലമായിട്ടുള്ള ചിന്തകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ മനഃപൂർവ്വം രൂപപ്പെടുത്തിയെടുക്കുക. അതിനെയാണ് നമ്മൾ മനഃശക്തിയെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. മനഃശക്തിയെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ചിന്തകളെ നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ, ആഗ്രഹങ്ങൾ എന്താണോ, ലക്ഷ്യങ്ങൾ എന്താണോ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടുപേര് 2 ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 2 പേരുടെ ബിസിനസ്സിലെ ഈ ബിസിനസ്സിനെ പറ്റി ആശങ്കകളല്ല വേണ്ടത്, അത് സക്സസ് ആക്കി മാറ്റാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നതിലേക്ക് ചിന്ത നോക്കുക. അങ്ങനെയുള്ള ചിന്തകളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ, ആ ബിസിനസ്സിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ആ ഒരു മേഖലയിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മറികടക്കാൻ ഈസി ആയിരിക്കും. അതല്ല നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ പ്രോബ്ലംസിലാണെങ്കിൽ, അതായത് ഒരു പുതിയ ബിസിനസ് തുടങ്ങിയപ്പോൾ അതിന്റെ തടസ്സങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, അത് വളർന്നുകൊണ്ടേയിരിക്കും. അതായത് തടസ്സങ്ങളും പ്രോബ്ലംസും വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മൈൻഡ് സെറ്റ്, മനഃശക്തി ചിന്തയാണെന്ന് നമുക്കറിയാം. ഈ ചിന്തകളെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അതായത് ഇപ്പൊ 2025 ആകുമ്പോഴേക്ക് എനിക്കൊരു നല്ലൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നല്ലൊരു വാഹനം വേണം, അല്ലെങ്കിൽ എൻ്റെ നിലവിലുള്ള കടബാധ്യതകളെല്ലാം തീർക്കണം, അതല്ലെങ്കിൽ എനിക്ക് വലിയ രീതിയിൽ ഒരു സമ്പത്ത് ഉണ്ടാക്കണം, ഇതാ എന്തുമാവട്ടെ, അല്ലെങ്കിൽ ഒരു എക്സാം പാസ്സാവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിൽ നല്ലൊരു ജോലി ലഭിക്കണം, ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ചിന്തയെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ ആഗ്രഹമെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ചിന്തകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരിക. അത് നേടിയെടുക്കുന്നതായിട്ട് ചിന്തിക്കുക. അത് നേടിയേ മതിയാകും എന്നുള്ള ചിന്തകളിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ മനഃശക്തി ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളും മാസീവ് സക്സസ് ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെ മാറും. നമ്മളും സാധാരണക്കാരും മാസീവ് സക്സസ് ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെ മാറും. അവർക്ക് പരാജയപ്പെടാത്തവരല്ല. നേരത്തെ പറഞ്ഞ തന്നെ എല്ലാവരും ഒരുപാട് പരാജയങ്ങൾ തിരിച്ചവരാണ്. പക്ഷെ പരാജയത്തിൽ വീണ് കിടന്നിട്ടുള്ളവരല്ല, അതിൽ നിന്ന് എണീറ്റ് വരാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവരാണ്. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല കേട്ടോ. ഈ പറഞ്ഞപ്പോഴൊന്നും മോട്ടിവേഷൻ ക്ലാസ് അല്ല. ഇത് അങ്ങോട്ട് എത്താനുള്ള, ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാനുള്ള മെത്തേഡുകൾ അഥവാ ടെക്നിക്കുകൾ, അതല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യണം. അത് ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. ഞാൻ ഇത് നേടിയെടുത്തിരിക്കും എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇനി ഏറ്റവും ആദ്യം വേണ്ടത് ലക്ഷ്യങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കണം. ഇന്ന സമയത്തിലേക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സ്വയം ചിന്തിക്കേണ്ടത്. അതായത് ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താണ്, അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ മൈൻഡ് സെറ്റ് എന്താണ്, അതുപോലെ തന്നെ എൻ്റെ ഏണിംഗ് എബിലിറ്റി എന്താണ്, അതല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെ തീരുമാനമെടുക്കാനുള്ള ശേഷി എന്താണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന്. ഈ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്കുള്ള ഒരു ജേണി, ഒരു യാത്ര, അതാണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ എനിക്ക് തോന്നുന്നു ബൈജു സാർ പറഞ്ഞിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യമാണ് പറഞ്ഞത്, കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എടുക്കുന്നില്ല, പക്ഷെ എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ടെന്നും അതിനായിട്ട് പരിശ്രമിക്കുമെന്നും. അവിടെ അദ്ദേഹം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. അദ്ദേഹം ഇപ്പോഴത്തെ അവസ്ഥ ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. 2025 എത്തുമ്പോഴേക്ക് അവിടെ എത്തണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ ചിന്തകൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് നേടാൻ ഞാൻ എങ്ങനെയാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഞാൻ എൻ്റെ ട്രേഡുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാൻ ചെയ്യേണ്ടത്, അതനുസരിച്ച് ഏതിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാകണം, ഏതൊക്കെ ഞാൻ നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തിയെടുക്കണം. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ്, പല ആവർത്തി അപ്ലൈ ചെയ്യുമ്പോഴാണ് പരാജയങ്ങളിലൂടെ അദ്ദേഹം അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ വേറൊരാൾ കഴിഞ്ഞ ദിവസം എന്നോട് സ്വപ്നം പറഞ്ഞിരുന്നു, ഒരു ഡ്രീം പറഞ്ഞിരുന്നു.
അതായത് ഈ ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാര ഒരാളുടെ മൈൻഡിൽ വരാത്തൊരു ഡ്രീമാണ്, ഒരു വലിയൊരു ഡ്രീമാണ്. അപ്പോൾ ആ ഒരു ഡ്രീമിലേക്ക് അദ്ദേഹം ആദ്യം വേണ്ടത് മൈൻഡിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക. അതായത് എൻ്റെ സ്വപ്നം ഇതാണ്, അതിന് ഏകദേശം ഒരു 200 കോടി രൂപയുടെ ക്യാപിറ്റൽ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പം അത്രയും ക്യാപിറ്റൽ ഇല്ല. അത് വർദ്ധിച്ചെടുക്കണമെങ്കിൽ 200 കോടി രൂപ ചെലവഴിക്കാനുള്ള മൈൻഡ് സെറ്റ് ഞാൻ ആർജിക്കേണ്ടിയിരിക്കുന്നു. അതായത് എൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ ഒരു ശരാശരി 200 കോടി രൂപ ഏണിങ്സ് വേണം. നമുക്കറിയാം നമ്മുടെ ചുറ്റും 200 കോടിക്ക് അധികം നേടിയിട്ടുള്ള എത്രയോ ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. കൊച്ചു കേരളത്തിൽ തന്നെ 200 കോടിയിലധികം ഏണിങ്സ് ഉള്ള എത്രയോ ആളുകളുണ്ട്. അവർക്ക് നേടാൻ പറ്റുമെങ്കിൽ നമുക്ക് നേടാൻ പറ്റായികയൊന്നുമില്ല. പക്ഷെ അവരുടെ മൈൻഡ് സെറ്റിലേക്ക്, അവരുടെ രീതികളിലേക്ക്, അവരുടെ ശീലങ്ങളിലേക്ക് നമ്മൾ വളർന്നാൽ മതി. അതായത് 200 കോടി രൂപയാണ് എനിക്ക് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് എന്നെങ്കിൽ ആദ്യം വേണ്ടത് 200 കോടി രൂപ ചെലവാക്കാനുള്ള അതല്ലെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് കാണാനുള്ള മൈൻഡ് സെറ്റ് എനിക്കുണ്ടോ എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ പറ്റൂ. ഒരു 10,000 രൂപ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്, അതല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് ഒരു 10,000 50,000 മുടക്കാൻ മടിയുള്ള ഒരാളാണ് ഞാനെങ്കിൽ എനിക്കൊരിക്കലും 200 കോടി രൂപ ചെലവഴിക്കാൻ സാധിക്കില്ല. അതായത് എൻ്റെ ചെലവഴിക്കാനുള്ള ശേഷി, മനസ്സിന്റെ ശേഷി എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് എനിക്ക് ഏണിംഗ് എബിലിറ്റിയും ഉണ്ടാകും. ചെലവഴിക്കാനുള്ള ശേഷി എനിക്ക് കുറവാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 200 കോടി എക്സ്പെൻസ് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് മനസ്സിലുള്ളതെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള 2 ലക്ഷമോ 10 ലക്ഷമോ എക്സ്പെൻസ് ചെലവഴിക്കാൻ ഒരു മടിയും ഉണ്ടാകരുത്. മടി ഉണ്ടെങ്കിൽ അത് എനിക്ക് ഗുണകരമാണോ ഇല്ലേ എന്നൊക്കെ ചെലവഴിച്ചതിന് ശേഷം മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ മടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വലിയൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കൽ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് നമുക്ക് സ്വപ്നങ്ങൾ. ചിലർക്ക് IAS എഴുതിയെടുക്കണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പരീക്ഷ എഴുതിയെടുക്കണം എന്നാണ് സ്വപ്നമെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം ഒരു ശരാശരി ഒരു എക്സാം വിന്നർ ആണെങ്കിൽ, അതായത് എഴുതിയ പരീക്ഷകളിലൊക്കെ ഒരു ശരാശരി ഒരു വിന്നിംഗ് ആണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ, ആ വലിയ ഒരു ടാർഗറ്റിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം വേണ്ടത് സാക്രിഫൈ ചെയ്യാനുള്ള, അതായത് നഷ്ടപ്പെടുത്താനുള്ള മനസ്സാണ്. നഷ്ടപ്പെടുത്തേണ്ടത് ഒന്നുകിൽ നമ്മുടെ സുഖകരമായിട്ടുള്ള ഉറക്കമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്റർടൈൻ ചെയ്യാനുള്ള സമയമായിരിക്കാം. ഇങ്ങനെ പല പല കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള പരിശ്രമത്തിന്റെ 10 മടങ്ങ് പരിശ്രമത്തിലേക്ക് ചെലവഴിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ഒരു വലിയ എക്സാമുകളൊക്കെ പാസ്സാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും ആകാം, ആർക്ക് വേണേലും അത് പറയാം, എനിക്ക് ഇന്നതാണ് ഗോൾ. പക്ഷെ അത് നേടിയെടുക്കാനുള്ള എബിലിറ്റി ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം ആ ഒരു ടാർഗറ്റ് എത്താനായിട്ട് ഞാൻ എവിടെ എത്തിച്ചേരണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് എത്തിച്ചേരണം എന്നുള്ള കൃത്യമായിട്ടൊരു വിഷൻ, അതല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കണം. ഈ ബ്ലൂ പ്രിന്റിലൂടെ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും സഞ്ചരിക്കാൻ, പ്രവർത്തിക്കാൻ, പ്രയത്നിക്കാൻ നമുക്ക് പറ്റണം. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾ തന്നെ എടുക്കാണ്, ആ ഒരു ഗോൾ ഉള്ള ഒരാൾക്ക് 200 കോടി രൂപയാണ് ഒരു 15 അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഏൺ ചെയ്യേണ്ടത്. സാധിക്കാത്തൊരു കാര്യമേ അല്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ, സാധിക്കാത്തൊരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ആരും അത് സാധിക്കില്ലായിരുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 10-100 വർഷങ്ങൾക്ക് ഉള്ളിലായിരുന്നു, വെറും 100 വർഷത്തിൽ താഴെ മാത്രമായിട്ടുള്ളൂ മനുഷ്യ മുഴുവൻ ചിന്തിച്ചൊരു കാര്യമായിരുന്നു എവറസ്റ്റ് കീഴടക്കല് മനുഷ്യ സാധ്യമല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ജസ്റ്റ് 100 വർഷം മുമ്പ് മാത്രം മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കല് സാധ്യമല്ലെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം, ഈ 100 വർഷത്തിന് ഇപ്പുറം നോക്കുമ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. എത്രയോ ആളുകൾ ആ എവറസ്റ്റ് കീഴടക്കിയിരിക്കുന്നു. പല രീതിയിലുള്ള ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള വ്യക്തികൾ വരെ ആ എവറസ്റ്റ് കീഴടക്കിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. വെറും 100 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 75 വർഷം മുമ്പേ ആ എവറസ്റ്റ് കീഴടക്കൽ മനുഷ്യ സാധ്യമല്ലെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊക്കെ ചിന്തിച്ചിരുന്നായിരുന്നു, ഈ 100 കോടി 200 കോടി 500 കോടിയൊക്കെ നേടാൻ പറ്റുമോ? അതിനപ്പുറം നേടുന്ന എത്രയോ മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ഒട്ടുമിക്കവരും, ഒരു 70% ആളുകളും സാധാരണ ജീവിതം നയിച്ച് അതിനുശേഷം അവരുടെ ആ ഒരു ആക്ഷൻസിലൂടെ, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലൂടെ, അവരുടെ ഒരു മൈൻഡ് സെറ്റിലൂടെ വൻ നേട്ടങ്ങൾ, മാസീവ് സക്സസ് ആയിട്ടുള്ള ആളുകളെ പോലെയാണ്. അതുപോലെയാണ് നമുക്കും. ഇപ്പോഴുള്ള കഴിഞ്ഞ ദിവസം വരെയുള്ള നമ്മൾ എങ്ങനെയാണെന്നുള്ള മാറ്ററേ അല്ല, ഇനി അങ്ങോട്ട് എന്താകണം എന്നുള്ളതാണ് മാറ്റർ. അതിനായിട്ട് ഞാൻ പരിശ്രമിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അങ്ങനെ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ആ ഒരു ടാർഗറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ 10-15 വർഷത്തിനുള്ളിൽ ഈ 200 കോടി നേടണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് ജസ്റ്റ് സംസാരിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് അവരെല്ലാം നിൽക്കുന്നത്. ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ വലിയ പ്രീമിയം ബിസിനസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറുക. ഡിസൈൻ ചെയ്യുന്നവരാണെങ്കിൽ പ്രീമിയം പ്രൊജക്റ്റുകൾ ഡിസൈൻ ചെയ്യുക. ഇപ്പം നേർക്കുന്ന പോലത്തെ സാധാരണ ബിസിനസ്സുകളിൽ നിന്ന് ഒഴിവാകുക. അത് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പ്രീമിയം
ഒരു 5-10 കോടി രൂപയുള്ള വീടുകളൊക്കെ പണിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വലിയ വലിയ പ്രീമിയം പ്രോജക്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ഇതിനൊക്കെ ആവശ്യക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് നന്നായിട്ട് അറിയാം. അവരിലേക്ക് എത്തിപ്പെടുക, അതിനായിട്ട് പരിശ്രമിക്കുക. എങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മളുടെ ഗോളുകൾ അച്ചീവ്, അവരോട് പറഞ്ഞ വാക്കാണ്, വളരെ ഈസി ആയിട്ട് ഗോളുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഗോളുകൾ എന്താണോ അത് മാറ്ററേ അല്ല. മനുഷ്യർ ഇതിനു മുമ്പ് ആരെങ്കിലും അത് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നേടാനുള്ള അവസരമുണ്ട്. മനുഷ്യർ ആരും നേടിയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ പരിശ്രമിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവറസ്റ്റ് കീഴടക്കുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം വരെ എല്ലാവരും വിചാരിച്ചിരുന്ന അത് മനുഷ്യ സാധ്യമല്ല. പക്ഷെ ടെൻസിംഗും ഹിലാരിയും അത് ഒരിക്കൽ വൺസ് അവർ കീഴടക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കുലത്തിന് മനസ്സിലായി അത് സാധ്യമാണ്. ഒന്നുകൂടെ പരിശ്രമിക്കണം എന്ന് മാത്രം. ഇതുവരെയുള്ള പരിശ്രമം പോരാ, ഒന്നുകൂടെ പരിശ്രമിച്ചാൽ ടെൻസിംഗും ഹിലാരിയും നേടിയ പോലെ തന്നെ എവറസ്റ്റ് കീഴടക്കാൻ പറ്റും എന്ന് ലോകത്തിന് ബോധ്യമായി. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലുള്ള സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നുകൂടി പരിശ്രമിച്ചാൽ, അതിൻ്റെതായ രീതിയിൽ കാഴ്ചപ്പാടോടുകൂടി മൈൻഡ് സെറ്റോടുകൂടി ഒന്നുകൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ചേരാൻ സാധിക്കും. അതിനുള്ള വഴികളിലേക്കാണ് പോകുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നേടിയെടുക്കേണ്ടതെന്നുള്ള വ്യക്തത വേണം. അതിലേക്ക് എത്ര സമയത്തിനുള്ളിൽ എത്തണം എന്നുള്ള മൈൻഡ് സെറ്റ് വേണം. അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ, 4 വാക്കുകളാണെന്ന് പറയുന്നത്. ഒന്ന് ഡ്രീംസ്, ഒരു സ്വപ്നമുണ്ടായിരിക്കണം, ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ഡ്രീംസിലേക്ക് ഒരു ഡയറക്ഷൻ, ഏത് വഴികളിലൂടെ പോയാലാണ് അങ്ങോട്ട് എത്തേണ്ടതെന്ന്. ഉദാഹരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 200 കോടിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ അവിടെ ഇപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ ഈ 45 വയസ്സിനുള്ളിൽ ഞാൻ നേടിയിരിക്കുന്നത് വെറും 5 കോടിയോ 10 കോടിയോ ആണെങ്കിൽ അതൊന്നും അല്ല 200 കോടി എന്ന് പറയുന്ന ടാർഗറ്റ്. അപ്പോൾ ഇതുവരെയുള്ള കാഴ്ചപ്പാടോ ഇതുവരെയുള്ള മൈൻഡ് സെറ്റുകളോ ഇതുവരെയുള്ള ചിന്താരീതികളോ മതിയാകാതെ വരും. ഞാൻ വലുതായി ചിന്തിക്കാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു, വലുതായി തീരുമാനങ്ങൾ എടുക്കാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു, വലുതായി പ്രവർത്തിക്കാൻ ഞാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ റെഗുലർലി എൻ്റെ വരുമാനത്തിന് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെല്ലാം മറ്റാരെങ്കിലും ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റാളുകളെ ഏൽപ്പിച്ചുകൊണ്ട് വലിയ കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചേണ്ടിയിരിക്കുന്നു. എങ്കിലേ വലിയ ടാർഗറ്റ് എനിക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ചിന്തയോടുകൂടി വേണം ഇറങ്ങാൻ. ഇപ്പോഴുള്ള എൻ്റെ ദൈനംദിന ജീവിതത്തിലെ ശീലങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളും മറ്റാരെങ്കിലും ഡെലിഗേറ്റ് ചെയ്ത് ഏൽപ്പിക്കുക, മറ്റാർക്കെങ്കിലും തിരിച്ചു കൊടുക്കുക, അവർക്ക് നല്ലൊരു സാലറി കൊടുത്ത് നിർത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രൈവിംഗ്, എനിക്ക് ഒരു എന്നെ സംബന്ധിച്ചോളം വലിയ ടാർഗറ്റുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ നിൽക്കരുത്, വാഹനം ഓടിക്കാൻ നിൽക്കരുത്. എൻ്റെ 2-3 മണിക്കൂർ അതിനുവേണ്ടി ചിലവഴിക്കും. അതല്ലെങ്കിൽ എനിക്ക് ഞാൻ വീട്ടിലെ കാര്യങ്ങൾക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്ക് പോകാനോ കുട്ടികളുടെ കാര്യങ്ങൾക്ക് പോകാനോ ഞാൻ നിൽക്കരുത്. അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ നിർത്തിയാൽ മതി, ശമ്പളം കൊടുത്താൽ മതി. ആ സമയം, കാരണം നമുക്കറിയാം സമയമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വില പിടിച്ച റിസോഴ്സ്. ഏറ്റവും വില പിടിച്ച റിസോഴ്സ് സമയമാണ്. ഈ സമയത്തിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതിലേക്ക് പോകാം. അതായത് ഇപ്പോഴെൻ്റെ ഏജ് 45. എനിക്ക് ഒരു 70 വയസ്സിനുള്ളിൽ, എക്സാമ്പിൾ, എനിക്കൊരു 1000 കോടി ഏൺ ചെയ്യണം എന്നാണ് എൻ്റെ സ്വപ്നമെങ്കിൽ 70 വയസ്സിനുള്ളിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് വെറും 25 വർഷമാണ്. 25 വർഷം എന്ന് പറയുമ്പോഴേക്ക് അതിന് മാത്രം ദിവസങ്ങളില്ല. ചുമ്മാ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. 25 വർഷം എന്ന് പറയുമ്പോഴേക്ക് 25 × 365, വെറും 9000 ദിവസമേ എൻ്റെ മുമ്പിലുള്ളൂ. അതിലൊരു പക്ഷേ 1000 ദിവസത്തോളം പല കാര്യങ്ങൾക്കും വേണ്ടി മാറിയേക്കാം. ബാക്കി 8000 ദിവസം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ഈ 8000 ദിവസങ്ങൾക്കുള്ളിൽ വേണം എനിക്ക് ജീവിക്കാൻ. നമ്മളൊക്കെ വിചാരിക്കും ഒരു 10-60-70 ദിവസം വരെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ദിവസങ്ങളുണ്ടല്ലോ, എപ്പോഴെങ്കിലൊക്കെ ചെയ്തു പോയാൽ മതി. ഇല്ല, ഒരു നിമിഷം പോലും ചെലവഴിക്കാൻ നമുക്കില്ല. കാരണം വെറും ഈ 45 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചോളം 70 വയസ്സ് വരെ മാക്സിമം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോയില്ല എന്നല്ല, പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് 70 വയസ്സ് വരെയൊക്കെ നമുക്ക് പരമാവധി എത്താവുന്ന ഒരു ദൂരമാണ്. അപ്പോൾ 70 വയസ്സിനുള്ളിൽ ഞാൻ നേടണമെങ്കിൽ എൻ്റെ മുമ്പിൽ വെറും 8000-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കളയാൻ ഒരു നിമിഷം പോലും ഇല്ല. അതായത് കളയാൻ എന്നുള്ളതല്ല, എൻ്റെ ടാർഗറ്റിന് വേണ്ടി, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, അല്ലെ എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാതിരിക്കാൻ ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഇപ്പം നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂറേ എൻ്റെ മുമ്പിലുള്ളൂ. ഒരു ദിവസം ഏതൊരു വ്യക്തിക്കും ഒരു ദിവസം 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഈ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ശരാശരി ഉറക്കത്തിന് വേണ്ടി ചെലവഴിച്ചേ പറ്റൂ. വേറെ വഴിയൊന്നുമില്ല. കാരണം നമുക്ക് ഇനിയുള്ള 25 വർഷം ചെലവഴിക്കണമെങ്കിൽ സുഖകരമായിട്ടുള്ള ഉറക്കവും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും ആവശ്യമാണ്. ഇതില്ലാതെ ഒന്നും ടാർഗറ്റിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം ശരാശരി 8 മണിക്കൂർ എൻ്റെ ഉറക്കത്തിന് വേണ്ടി ചെലവഴിക്കും. ഒരു ദിവസം ശരാശരി 8 മണിക്കൂർ എൻ്റെ നിത്യ ചെലവിനുള്ള, എൻ്റെ ഇപ്പോഴത്തെ വരുമാന മാർഗമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ 8-8 16, 8 മണിക്കൂർ ഉറക്കത്തിനും 8 മണിക്കൂർ എൻ്റെ ഇപ്പോഴുള്ള ഈ ദിനചര്യകൾക്ക് വേണ്ടി, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ബാക്കിയുള്ള 8 മണിക്കൂർ
8, 8ഉം 16 ഇനിയുള്ള 8 മണിക്കൂറാണ് നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ ടാർഗറ്റ്, നമ്മുടെ ഗോളുകൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ഈ 8 മണിക്കൂറിൽ ചുരുങ്ങിയത് ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും നമ്മളുടെ ഗോളുകൾക്ക് വേണ്ടി, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിടത്ത് എത്തിക്കാൻ പോകുന്നില്ല. അതായത് ചിന്തിക്കുക, 8000 × 4 വെറും 32,000 മണിക്കൂറേ ഉള്ളൂ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ഇതൊക്കെ നടക്കും എന്നാണോ? നടക്കും. ഈ സക്സസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഇത്രയും സമയം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവരത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ യൂസുഫ് അലി സാറ്, അദാനി, അതുപോലെ തന്നെ കൊച്ചോസിന്റെ പള്ളിക സാറ്, ഇവരൊക്കെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ആളുകളാണ്. അവരിപ്പോ 1000 കോടിയും 10,000 കോടിയൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ സമയം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഇപ്പം നിങ്ങൾ രാവിലെ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ എന്തുമാവട്ടെ, അതിലുള്ള നിങ്ങളുടെ 8 മണിക്കൂർ, ഈ 8 മണിക്കൂറിനെ ചുരുക്കിക്കൊണ്ടുവരുമ്പോൾ, നമ്മൾ കൃത്യമായിട്ട് ആളുകളെ ഏൽപ്പിച്ച് നമ്മുടെ ദൈനംദിന ജോലികൾ ഡെലിഗേറ്റ് ചെയ്ത് വരുമ്പോൾ, കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ 8 മണിക്കൂറിനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അത് ഒരു 3-4 മണിക്കൂറാക്കി ഫ്യൂച്ചറിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഡ്രീമുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ദിവസം ശരാശരി 10 മണിക്കൂറോളം വർക്ക് ചെയ്യാൻ പറ്റും. ഈ 10 മണിക്കൂറാണ് നിങ്ങൾ എവിടെ എത്തിച്ചേരണമെന്ന് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ 10 മണിക്കൂറിനെ, ഒരു ദിവസമുള്ള 10 മണിക്കൂറിനെ, ഇപ്പോഴല്ല, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ ജോലിയൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ, നിങ്ങളുടെ സ്വപ്നത്തിനും വേണ്ടി, നിങ്ങളുടെ ഡ്രീംസിനും, നിങ്ങളുടെ ആ ഗോളുകൾക്കും വേണ്ടി നിങ്ങൾക്ക് ഒരു ദിവസം 10 മണിക്കൂറോളം പ്രയത്നിക്കാൻ കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ യാത്ര വളരെ ഈസി ആയിട്ട് മാറുന്നു. അപ്പോൾ ആ യാത്ര ഈസി ആയിട്ട് മാറുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രീം, അതിലേക്കുള്ള ഡയറക്ഷൻ, എൻ്റെ മുമ്പിൽ ഇത്ര സമയമുള്ളൂ, ഈ വഴിയിലൂടെ പോയെങ്കിൽ മാത്രമേ എനിക്ക് അത് എത്തിച്ചേരാൻ പറ്റൂ. ഈ ഡയറക്ഷൻ കൃത്യമായി കഴിഞ്ഞാൽ ഡിറ്റർമിനേഷനോട് കൂടി, ദൃഢനിശ്ചയം, ഒരു കാരണവശാലും ഞാൻ എൻ്റെ ഗോൾ, അത് എക്സാമ്പിൾ, എനിക്ക് ഒരു 1000 കോടിയാണ് ഏൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇന്ന ബിസിനസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനൊരു ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടുന്നു, എനിക്ക് വലിയ പ്രതീക്ഷകളോടുകൂടി, വലിയ സ്വപ്നത്തോടു കൂടി, വലിയൊരു ആഗ്രഹത്തോടു കൂടി ഞാനൊരു ബിസിനസ്സോ ജോലിയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ഇതിലൂടെ പോയാൽ ഞാൻ അവിടെ എത്തിച്ചേരില്ല. പക്ഷെ എൻ്റെ സുഖകരമായ അവസ്ഥ, എൻ്റെ ലൈഫ് അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ സ്വപ്നത്തിലേക്കെങ്കിലും, എൻ്റെ സ്വപ്നത്തിലേക്ക് എത്താൻ ഇത് സഹായിക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ ആ നിമിഷം ഞാൻ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ആ നിമിഷം ഇത് കണ്ടിന്യൂ ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിച്ച് അതിൽ നിന്നുള്ള ചെറുവരുമാനം ഞാൻ ഏൺ ചെയ്യണം. മറ്റൊരാളെ ആ ജോലിയോ ബിസിനസ്സോ ഏൽപ്പിച്ചിരിക്കണം. അതിനുശേഷം അതിനേക്കാൾ വലിയ മെച്ചപ്പെട്ട മറ്റൊന്നിലേക്കെങ്കിലും ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ മാറണം. അപ്പോൾ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തോടു കൂടി, ഇത് ഞാൻ ചെയ്താലേ ശരിയാവുന്നില്ല, മറ്റാരെങ്കിലും ഏൽപ്പിക്കാം, അവർ എന്നെക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സാലറിയോ അല്ലെ എക്സ്പെൻസുകളോ കൊടുത്ത് ദൃഢനിശ്ചയത്തോടു കൂടി എൻ്റെ ഡ്രീംസിനെ ലക്ഷ്യമാക്കി കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസിലൂടെ പോയി കഴിയുമ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യം നേടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ ആദ്യമാണ് ഫോക്കസ്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ടാർഗറ്റിൽ അഥവാ ഗോളിലായിരിക്കണം. എപ്പോഴും വഴിയിലല്ല. വഴിയിൽ നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. പക്ഷേ നമ്മുടെ മെയിൻ ഫോക്കസ് അഥവാ ശ്രദ്ധ എന്നുള്ളത് എവിടെ എത്തിച്ചേരണം എന്നുള്ള സ്ഥലത്തേക്കാവണം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, ഈ വഴിയിലൂടെ പോയി കഴിയുമ്പോൾ നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇപ്പോൾ ഞാനൊരു മാസം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ. എനിക്ക് ഒരിക്കലും ഈ 15 അല്ലെങ്കിൽ 20 വർഷം കൊണ്ട് ഒരു 1000 കോടി ഏൺ ചെയ്യാൻ പറ്റില്ല. കാരണം ചിന്തിച്ചു നോക്കുക, ഒരു മാസം 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴേക്ക് ഒരു വർഷം കൊണ്ട് 25 ലക്ഷം രൂപയാവുന്നുള്ളൂ. ഇനി ഉള്ള 25 വർഷം കൊണ്ട് എങ്ങനെ പോയാലും 1000 കോടിയിലേക്ക് എത്താൻ പോകുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം സംഭവിച്ചെങ്കിൽ മാത്രമേ ഈ ടാർഗറ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ രൂപാന്തരത്തിനായിട്ട് നമ്മൾ കുറച്ച് പണിയെടുക്കണം. നമുക്ക് എപ്പോഴും നന്നായിട്ട് അറിയാം, നമ്മളെ സംബന്ധിച്ചോളം എപ്പോഴും നന്നായിട്ട് അറിയാം, രൂപാന്തരം, എന്തും ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പെയിൻഫുൾ ആണ്, വേദനാജനകമാണ്. എന്തും ഒരു രൂപാന്തരം സംഭവിക്കല് വേദനാജനകമാണ്. ഈ വേദനയെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും അതിലൂടെ പുതിയൊരു ശക്തി ആർജിക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഗോളുകളിലേക്ക് എത്തൂ. നിങ്ങളുടെ ടാർഗറ്റ് എന്തുമാകട്ടെ, ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ തന്നെ ഒരു 200 കോടിയാണ് അവരുടെ ലൈഫിൽ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പം നേടുന്നത് അത്രയൊന്നുമില്ല, അതിൻ്റെ ഒരു 10-1 പോലും ഇപ്പം നേടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 1% പോലും ഇപ്പം നേടുന്നില്ല എന്നിരിക്കട്ടെ. അത്രയും ടാർഗറ്റിലേക്ക് എത്താനായിട്ട് ട്രാൻസ്ഫോർമേഷൻ അത്യാവശ്യമാണ്.
ഈ ട്രാൻസ്ഫോർമേഷൻസ് നമ്മുടെ പല കാര്യങ്ങളെയും സ്വാധീനിക്കും. പല കാര്യങ്ങളെയും സ്വാധീനിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ദൈനംദിന ജീവിതത്തിനെ സ്വാധീനിക്കും. ഞാനിപ്പോൾ എൻ്റെ സമയം കൂടുതൽ ഫാമിലിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എൻ്റെ സർവീസിലും എൻ്റെ സൊസൈറ്റിയിലും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ വലിയ ഡ്രീമുമായിട്ട് പോകുമ്പോൾ ഇതിലേക്ക് കൊടുക്കാനുള്ള സമയം കുറയും. അത് എൻ്റെ ഫാമിലിയിലും എൻ്റെ ചുറ്റുപാടിലും എനിക്ക് സുഖകരമല്ലാത്തൊരവസ്ഥയായിരിക്കും ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇത് ഒരു പെയിനാണ്. ഈ പെയിനെ ഞാൻ അംഗീകരിച്ചേ മതിയാവും. കാരണം എൻ്റെ ഡ്രീം അതാണെങ്കിൽ ആ പെയിൻ എനിക്കുള്ളതാണ്, ഒരു സംശയമല്ല. എനിക്ക് ആ ഡ്രീം ഇല്ലെങ്കിൽ ഈ പെയിൻ എനിക്ക് കുഴപ്പമില്ല. ഈ പെയിനിൽ നിന്ന് എനിക്ക് ഈ പെയിൻ ഇല്ലാത്ത രീതിയിൽ ഞാൻ എൻ്റെ ഫാമിലിക്കും അല്ലെങ്കിൽ എൻ്റെ സൊസൈറ്റിക്കും വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഡ്രീം അതാണ്, അത് നേടിയേ പറ്റൂ എന്നുള്ള അത്യാവശ്യം എനിക്കുണ്ടെങ്കിൽ, അർജൻസി എനിക്കുണ്ടെങ്കിൽ ഈ പെയിൻ ഞാൻ അംഗീകരിച്ചേ മതിയാവും. അപ്പോൾ നമ്മൾ വലിയൊരു ഗോളിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് പെയിൻ. ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് പെയിൻ. ഈ പെയിൻ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഓരോ ദിവസത്തെ മൂല്യം കണക്കാക്കാൻ നമ്മൾ പഠിക്കണം. നേരത്തെ നമ്മൾ കണ്ടു, നമ്മളെ സംബന്ധിച്ചോളം 25 വർഷം കൊണ്ട് വെറും 8000-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ. 8000-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ. എൻ്റെ ഇപ്പോഴത്തെ 45 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കിയാൽ 25 വർഷമാണ് എൻ്റെ മുമ്പിലുള്ളത്. 25 വർഷം എന്ന് പറഞ്ഞെങ്കിൽ 9000 ദിവസങ്ങൾ മാത്രമാണ് 25 വർഷത്തിലുള്ളത്. 365 × 25 നമുക്ക് കൂട്ടാം. വെറും 9000-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇതിൽ തന്നെ ഒരു 1000 ദിവസത്തോളം പല കാര്യങ്ങൾക്കും ഞാൻ ചെലവഴിക്കേണ്ടി വരും. എൻ്റെ ടാർഗറ്റിന് ഗോളിലൊന്നും അച്ചീവ് ചെയ്തിരിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. ബാക്കിയുള്ള 8000 ദിവസത്തിനെ എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഞാൻ എവിടെ എത്തും എന്നുള്ളതിനനുസരിച്ച്. അപ്പോൾ ഈ സമയത്തിനെ ഞാൻ കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ടൈം, എൻ്റെ ഒരു ദിവസത്തെ വില എത്രയാണെന്നും എൻ്റെ ഒരു മണിക്കൂറിൻ്റെ മൂല്യം എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു ദിവസം എൻ്റെ ടാർഗറ്റിന് വേണ്ടി, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ അതിനായിട്ട് ശ്രമിച്ചിട്ടില്ല എങ്കിൽ ഒരു സംശയം വേണ്ട, ഞാൻ അത്രയും അകലുന്നു, എൻ്റെ സ്വപ്നത്തിൽ നിന്നും അത്രയും അകലുന്നു. എൻ്റെ ഒരു മണിക്കൂർ ഞാൻ അതിനായിട്ട് പരിശ്രമിച്ചില്ല എങ്കിൽ ഇത്രയും സമ്പത്തിന് അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ട ഒരു കാര്യം ഞാൻ ചെയ്തില്ല, ഞാൻ പിന്മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നു എന്നർത്ഥം. ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള പലരും കണക്ക് കിട്ടി നോക്കിയിട്ടുണ്ട്. അല്ലാത്തവരൊന്ന് കണക്കൂട്ടണം, എൻ്റെ ഒരു ദിവസത്തെ മൂല്യം എത്രയാണ്. കാരണം അറിയാം, എനിക്ക് 1000 കോടിയാണ്. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കുക. എൻ്റെ ടാർഗറ്റ് 1000 കോടിയാണ്. വെറും 8000 ദിവസമേ ഉള്ളൂ. അപ്പോൾ 1000 കോടി ഡിവൈഡ് ബൈ 8000 അറിയാം ഒരു ദിവസത്തെ മൂല്യം എത്രയാണെന്ന്. കണ്ണു തള്ളിപ്പോകും. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ വിലയുണ്ടോ എൻ്റെ ഇത്രയും വലിയൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടും തോന്നും. ഉണ്ട്, അത് സാധ്യമാണ്. കാരണം അത് നേടിയിട്ടുള്ള എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരുടെ വിലയും അത്ര തന്നെ ഉണ്ടായിരുന്നു. അവർ ആ സമയത്തിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചു. തീരുമാനങ്ങൾ, ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് മേക്കിംഗ് എടുത്തു. അതുപോലെ തന്നെ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് ഒന്നിനും ഭയന്നില്ല. അവരുടെ മുമ്പിൽ അപകടങ്ങളുണ്ടായിരുന്നു, നഷ്ടങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ഭയന്നില്ല. പക്ഷെ ചിന്തിച്ചു നോക്കുക, പണം മുടക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? സമയം വെറുതെ പോകുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? 2 കാര്യങ്ങൾ. പണം മുടക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? എന്തിനു വേണ്ടി പണം മുടക്കാൻ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ഫ്യൂച്ചറിനെ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്യാനായിട്ട് പണം മുടക്കാൻ ഭയപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഫ്യൂച്ചർ നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളുടെ സമയം ഫ്യൂച്ചറിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടോ? എൻ്റെ സമയം, ഇപ്പോൾ ഉദാഹരണം ഇന്ന് 6-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസം ഒരു 4 മണിക്കൂർ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ഭയം എനിക്കുണ്ടെങ്കിൽ അതെനിക്ക് ഫ്യൂച്ചറിന് ഗുണകരമാണ്. അപ്പോൾ ഫ്യൂച്ചറിന് ഗുണകരമാവുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും മടിക്കരുത് പണം ചെലവഴിക്കാൻ. നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് എന്തുകൊണ്ടാണ് SMT സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കുറച്ച് ഇനി ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കം ടെലി സെയിൽസിന്റെ ക്ലാസ്സുമാണ് SMT സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ്സിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസിന്റെ എണ്ണം കുറച്ചുകൊണ്ട് ഈ 11-ാം തീയതി ടെലികേളിംഗ് കം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് നടത്തുന്നു. അത് 1 ഡേ ക്ലാസ്, 1 മാസത്തെ കോഴ്സായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിനുശേഷം 18-ാം തീയതി മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോർമേഷൻ സെഷൻ എന്നുള്ള ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നു. 2-നും 10,000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, ഇതിലേതെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാം, നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മറ്റേതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ടോ? അവിടെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഗുണം ഉണ്ടാവില്ല എന്നൊക്കെ ക്ലാസ് കഴിയുമ്പോഴേ അറിയുള്ളൂ. അത് നിങ്ങൾ തയ്യാറാണോ? ഇതാണ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ ഒറ്റ കാര്യമുള്ളൂ,
അവിടെ എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷേ അത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്യൂച്ചറിന് സഹായിക്കുന്ന ഒരു സാധനമാണ്. സ്പോട്ടിൽ ആ പരസ്യം കണ്ട സ്പോട്ടിൽ ഞാൻ അവിടെ സീറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് ആ ക്ലാസിന്റെ സമയമായപ്പോഴേക്കും ഞാൻ പോയി പങ്കെടുത്തു. പക്ഷേ വലിയ ഗുണമൊന്നുമില്ല, ആകെ ഒരു പോയിന്റ് ലൈഫിൽ കിട്ടിയത്. അവിടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫ്യൂച്ചറിന് ഗുണകരമാകും എന്നുള്ള ഒരൊറ്റ ചിന്ത വന്നപ്പോൾ അവിടെ ഡിസിഷൻ എടുക്കാൻ ഞാൻ ഒരു മിനിറ്റ് പോലും വൈകിയില്ല. ഈ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നിങ്ങളെ തടയുന്നുണ്ടോ നോക്കണം. നിങ്ങൾക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ ഫ്യൂച്ചറിൽ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കൺമുമ്പിൽ വന്നു പെടുമ്പോൾ അത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സ് മടിക്കുന്നുണ്ടോ? പിന്നീടാവട്ടെ, ഇപ്പൊ എനിക്ക് സമയമില്ല, ഈ പറഞ്ഞ ദിവസം എനിക്ക് പറ്റില്ല, എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ട്, ഇതൊക്കെ നോക്കുമ്പോൾ ഏതാണ് എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഗുണകരമാകുന്നത്? എൻ്റെ റിലേറ്റീവിന്റെ കല്യാണമാണോ, അതല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമാണോ എനിക്ക് ഫ്യൂച്ചറിലേക്ക് ഗുണകരമാകുന്നത്? ഈ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ 4 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി സമയം ചെലവഴിക്കാൻ മെനക്കെട്ടേ മതിയാകും. മെനക്കെടാത്തോടത്തോളം കാലം ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്, നിങ്ങൾക്കൊരു അർജൻസി ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറായനെ, ഒരു സംശയമില്ല. അങ്ങനെ ഒരു ദിവസത്തിന്റെ ഒരു മണിക്കൂറിന്റെ വില കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഒരിക്കലും അത് നിങ്ങൾ ചെയ്യാതിരിക്കില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ നിമിഷം, ഈ മൂമെന്റിൽ ഫോക്കസ് ചെയ്യുക. ജസ്റ്റ് എക്സാമ്പിൾ, ഈ ക്ലാസ് പങ്കെടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണെന്നുള്ളത് മാറ്റർ അല്ല, എന്തുമാത്രം ശ്രദ്ധയോടെയാണ് ഇത് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മിക്കവരും ഒരുപക്ഷെ നല്ല ശ്രദ്ധിച്ചിട്ടായിരിക്കും ക്ലാസ്സിലിരിക്കുന്നത്. എന്നാൽ കുറച്ച് പേര് മറ്റെന്തെങ്കിലും TV കണ്ടുകൊണ്ടോ, കടയിൽ ഇരുന്നു കൊണ്ടോ, ഫുഡ് കഴിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഒരു പകുതി മനസ്സോടു കൂടിയായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ എത്തിച്ചേരും എന്നുള്ളത് സ്വയം ചോദിക്കുക. എന്ത് ചെയ്താലും ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്ത് ഈ നിമിഷം ചെയ്യുന്ന കാര്യത്തിന് ഞാൻ ശ്രദ്ധയോടുകൂടി ഞാൻ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സക്സസ് നേടിയെടുക്കാൻ കഴിയും, ഒരു സംശയമില്ല. എന്നാൽ ഞാൻ പകുതി മനസ്സോടുകൂടി പകുതി മനസ്സ് മറ്റൊരിടത്തുമാണെങ്കിൽ ഒരു സംശയം വേണ്ട, എൻ്റെ ലൈഫ് അങ്ങോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്, ആ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ വളരാൻ ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിരിക്കണം. ഓരോ ദിവസവും എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. കാരണം എക്സാമ്പിൾ, ഇന്ന് എനിക്ക് സംസാര ശൈലി വർദ്ധിപ്പിക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യത്തിൽ സഹായിക്കുന്ന ഒന്നാണെന്ന് സങ്കല്പിക്കുക. അതായത് ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിലും ക്ലാസ്സുകളും നടത്തുന്നതോടൊപ്പം തന്നെ മറ്റൊരു ബിസിനസ്സും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിനെനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു എന്ന് സങ്കല്പിക്കുക. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള എന്തൊക്കെ ഡിസിഷൻ ഞാൻ എടുക്കുന്നു, അതിനായിട്ട് ഞാൻ എന്തൊക്കെ പരിശ്രമിക്കുന്നു, ഇത് നാളെ, ഇന്ന് എന്ത് ചെയ്തു എന്നല്ല, ഇന്ന് ചെയ്തതിനേക്കാൾ എത്ര ശതമാനം അല്ലെങ്കിൽ എന്തുമാത്രം ഞാൻ നാളെ ഈ ടാർഗറ്റിന് വേണ്ടി ഞാൻ പണിയെടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ മിനിമം 1% ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഇന്ന് ഞാൻ 1 മണിക്കൂറാണ് ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചതെന്ന് സങ്കല്പിക്കുക. നാളെ ഞാൻ 1 മണിക്കൂറും 1 മിനിറ്റെങ്കിലും ചെലവഴിക്കണം. ഇന്ന് ചെലവഴിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചെയ്തതിനേക്കാൾ 1% ഇമ്പ്രൂവ് ചെയ്യാൻ നാളെ ഞാൻ തയ്യാറാവണം. നാളെ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ വീണ്ടും ഇന്നത്തേതിനേക്കാൾ 1% നാളെയും, നാളത്തേക്കാൾ 1% മറ്റന്നാളും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു കാരണവശാലും താഴേക്ക് പോകരുത്. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 1% നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തെയും രാവിലത്തെ മോർണിംഗ് നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ഇന്നലത്തെ ദിവസത്തെ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നു, ഇന്നലത്തെ ദിവസം രാവിലെ എണീറ്റം മുതൽ രാത്രി കിടങ്ങുന്ന സമയം വരെ ഞാൻ എന്താണ് ചെയ്തത്, ഇന്ന് അതിനേക്കാൾ 1% ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇത് വർക്കൗട്ട് ചെയ്യുക. ഇതനുസരിച്ച് ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഈ ഓരോ ദിവസവും നമ്മൾ ഒരു ദിവസമെങ്കിലും, തലേ ദിവസത്തിനേക്കാൾ മുമ്പ് ഒരു ദിവസമെങ്കിലും
തലേ ദിവസത്തിനേക്കാൾ 1% പിറ്റേ ദിവസത്തേക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതും അതനുസരിച്ച് ഞാൻ എന്തൊക്കെയാണ് അടുത്ത ദിവസം ചെയ്യേണ്ടതെന്നുള്ളതും കൃത്യമായിട്ടൊരു പ്ലാനിങ് കൂടി കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനോടുകൂടി വ്യക്തമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആർജിച്ചുകൊണ്ട് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്ക് വേണ്ടത്. എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. കംഫർട്ട് സോൺ ഇതൊരു വലിയ ടോപ്പിക്കാണ്. സാധാരണ എല്ലാവരും പറയുന്ന പോകുന്ന കംഫർട്ട് സോൺ അല്ല. ഉദാഹരണം, ഞാൻ ഇന്നൊരു ദിവസം ചായ കുടിക്കാൻ ദിവസവും ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ചായ കുടിക്കുന്നതെങ്കിൽ അവിടെ ഇരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കംഫർട്ട് സോണാണ്. മാറിയിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇന്ന് കുളിച്ചപ്പോൾ തലയിലാണ് ആദ്യം വെള്ളം ഒഴിച്ചെങ്കിൽ അതെൻ്റെ ഒരു കംഫർട്ട് സോണാണ്. അതായത് ഇതാണ് എൻ്റെ ശീലം. ഈ ശീലങ്ങളെ മാറ്റിമറിച്ചെങ്കിൽ മാത്രമേ സക്സസ്സിലേക്ക് എത്തൂ. ഇന്ന് വരെയുള്ള ശീലങ്ങൾ എനിക്ക് നാളെയും ഇന്ന് വരെയുള്ള ലൈഫ് സ്റ്റൈലേ കൊണ്ടുതരുള്ളൂ. ഈ ശീലങ്ങൾ മാറ്റുമ്പോഴാണ് നമ്മൾ വലിയ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുന്നത്. നമ്മൾ എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മൾ എങ്ങനെ ഓരോ ദിവസവും സ്വയം പരിശോധിച്ചുകൊണ്ട് ഇന്നലത്തെ ഞാനല്ല ഇന്നെന്നും ഇന്നത്തെ ഞാനല്ല നാളെ എന്നും അങ്ങനെ പടിപടിയായിട്ട് വലിയ ഒരു സ്റ്റെപ്പ് എടുത്തുകൊണ്ട് പടിപടിയായ മാറ്റങ്ങളിലൂടെ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ സാധ്യമാണ്. അതിന് സഹായിക്കുന്ന ഒന്നാണ് ഗ്രോഎക്സ് എന്ന് പറയുന്ന നമ്മുടെ അടുത്ത മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം വർക്ക്ഷോപ്പ്. അത് 18-ാം തീയതി ശനിയാഴ്ച നടക്കുന്നു. അപ്പോൾ ഈ കൊച്ചിയിൽ വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത്. നേരിട്ടുള്ള ഒരു ദിവസത്തെ ക്ലാസ് തന്നെയാണ്. ആ ഒരു ദിവസത്തെ ക്ലാസ്സിലാണ് ലൈഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ട ടെക്നിക്കുകളും മെത്തേഡുകളും ഒക്കെ നമ്മൾ പറയുന്നത്. കാരണം എല്ലാം കൊണ്ടും ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കുന്ന ഒരു കേസല്ല. അത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതിൽ തന്നെ ഒരു പരിധിയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ പവറിന്റെ ഫെയിലിയർ നല്ല രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട് മുഴുവൻ ഇരുട്ടായിട്ടും നമ്മുടെ ഈ ഒരൊറ്റ ക്ലാസ് റൂം മാത്രം നമുക്കിപ്പോൾ ലേറ്റ് ഉള്ളൂ. അതും ഏതാനും നിമിഷത്തേക്കേ ഉള്ളൂ എന്നുള്ളതാണ് ഇൻവെർട്ടർ എന്നുള്ള സൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള സെഷൻ നമുക്ക് അടുത്തൊരു ദിവസം പ്ലാൻ ചെയ്യാം. ഒരൊറ്റ കാര്യം ഉറപ്പ്, നിങ്ങളുടെ ലൈഫ് എവിടെ എത്തിച്ചേരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരോ സമൂഹമോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നുമല്ല, നിങ്ങൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും നടക്കില്ല എന്നും നിങ്ങൾക്ക് ഭ്രാന്താണെന്നും തോന്നുന്ന രീതിയിലുള്ള ഒരു സ്വപ്നമായിരിക്കണം നിങ്ങൾക്കുണ്ടാവേണ്ടത്. മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് നടപ്പാക്കുന്ന ഒരു സ്വപ്നം നടപ്പാക്കാൻ നമുക്ക് ഈസിയാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നടപ്പാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ സാധിക്കും. അപ്പോൾ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ. അതിലേക്ക് നടപ്പാക്കാനുള്ള വഴികൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലൂടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിത ലക്ഷ്യങ്ങൾ നേടാനുള്ള ചുവടുവെപ്പ് ഇന്ന് തുടങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ് ഓൾ.